രാജ്യത്തെ ആദ്യ അഖില കേരള അഭിഭാഷക കലോത്സവത്തിന് കൊല്ലത്ത് അരങ്ങൊരുങ്ങി. ഈ മാസം 25, 26, 27 തീയതികളിലാണ് കലോത്സവം. ഇനി ഈ നരിച്ചിറ കൂടാതെ പുലിച്ചിറ കൂടി ഇങ്ങോട്ട് വരാത്തതിന്റെ ഒരു കുറവേ ഉള്ളൂ. നിയമവിദഗ്ധരുടെ തീവാറും പോരാട്ടം കോടതി മുറികളിൽ മാത്രമല്ല, കലോത്സവത്തിലും ഇനി കാണാം. എല്ലാ ജില്ലാ ബാർ അസോസിയേഷനുകളും കലാമത്സരത്തിൽ പങ്കെടുക്കാൻ കടുത്ത പരിശീലനം ആരംഭിച്ചു. കൊല്ലത്തും കലോത്സവ കിരീടം സ്വന്തമാക്കാൻ കളിക്കളത്തിൽ അഭിഭാഷകർ ഇറങ്ങി. സ്വത്ത് നേടാൻ രക്ഷിതാക്കളെ കബളിപ്പിക്കുന്ന മക്കളുടെ കാപട്യങ്ങളെ അരങ്ങിൽ എത്തിക്കുകയാണ് കൂട്ടില്ല കുടുംബം എന്ന ഹാസ്യ നാടകം. ആ റിഹേഴ്സൽ ക്യാമ്പും കാണാം. പിന്നെ അങ്ങനെങ്കിലും നിങ്ങളെ 4 പേരെയും ഒരുമിച്ച് കാണാനൊന്ന് കഴിഞ്ഞല്ലോ, അത് അതിലേറെ സന്തോഷം. സന്തോഷമൊക്കെ കൊള്ളാം അമ്മച്ചി. പുലിച്ചിറ പോയി വല്യപ്പച്ചാനോട് പറഞ്ഞു 4 ഏക്കർ വസ്തു ഞങ്ങളുടെ എല്ലാം പേരില് അപ്പച്ചനും അമ്മച്ചും കൊടുക്കുന്നു എഴുതിപ്പിച്ചു. ഓ, അപ്പൊ അതിനായിരുന്നു ഈ ആഘോഷമൊക്കെ. സ്കൂൾ, കോളേജ്, സർവകലാശാല ക്യാമ്പസുകളിൽ മിന്നും താരങ്ങൾ ഇന്ന് അവരുടെ കലകൾ മറന്ന് തങ്ങളുടെ കക്ഷികൾക്ക് നീതി നേടി നൽകാനുള്ള പോരാട്ടത്തിലാണ്. പൊയ്പോയ ആ വസന്തകാലത്തെ വീണ്ടെടുക്കലാണ് അഖില കേരള അഭിഭാഷക കലോത്സവമെന്ന് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ഓച്ചറ എൻ കുമാറും സെക്രട്ടറി AK മനോജും കൈരളി ന്യൂസിനോട് പറഞ്ഞു. അതായത് കേരളത്തിൽ ആദ്യമായി അഭിഭാഷകരുടെ ഒരു കൾച്ചറൽ ഫെസ്റ്റ് കൊല്ലത്ത് നടക്കുകയാണ്. ഏപ്രിൽ 25, 26, 27 തീയതികളിലാണ് ഈ കലോത്സവം നടക്കുന്നത്. മത്സരങ്ങളാണ്. കേരളത്തിലെ 80-ലധികം ബാർ അസോസിയേഷനുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൊല്ലം ബാർ അസോസിയേഷൻ മുൻകൈയെടുത്ത് ഇങ്ങനൊരു കൾച്ചറൽ ഫെസ്റ്റ് നടത്തുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇത് ആദ്യത്തെ ഒരു പരിപാടി ആയതുകൊണ്ട് അതിൻ്റെ ഒരു ആവേശവും സന്തോഷവും ഒക്കെ കൊല്ലത്തെ അഭിഭാഷകർക്കുണ്ട്. കേരളത്തിലെ 80ഓളം ബാർ അസോസിയേഷനുകളിലെ അഭിഭാഷകർ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. കൊല്ലത്ത് 3 ദിവസങ്ങളിലായി 10 വേദികളിൽ കലാമത്സരങ്ങൾ നടക്കും. കേരള ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമചന്ദ്രൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് കേരളത്തിലുള്ള മുഴുവനും അഭിഭാഷകരെ വെച്ചുകൊണ്ട് ഒരു കലോത്സവം സംഘടിപ്പിക്കുന്നത്. അതും ബാർ അസോസിയേഷൻ കേരളത്തിൽ തുടങ്ങി 117 വർഷങ്ങൾക്ക് ശേഷം. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.